സ്ഥാനാർത്ഥികൾ എല്ലാവരും വേദിയിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കറുകുറ്റി ഡിവിഷന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കയ്യിൽ ഭദ്രമായി ഏൽപ്പിക്കാൻ പാർട്ടി നിയോഗിച്ച കറുകുറ്റിയുടെ യുവനേതാവ് ശ്രീ ഷൈജോ പറമ്പിയെ ശ്രാവണിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. നമ്മുടെ പ്രിയങ്കരനായ തുറവൂർ ഡിവിഷൻ സ്ഥാനാർത്ഥി ഡോക്ടർ ജിൻഡോ ജോൺ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉരുളിക്ക് പോലെ മറുപടി കൊടുക്കുന്ന സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന യുവത്വത്തിന്റെ അഭിമാനതാരം ശ്രീ ജിൻഡോ ജോണിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് അങ്കമാലി ഡിവിഷനിൽ പാലശ്ശേരി ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ മണ്ഡലം പ്രസിഡന്റ് ശ്രീ KP അയ്യപ്പനെ ബഹുമാന്യായ MLA ക്ഷണിക്കുന്നു. കറുകുറ്റി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം വികസനത്തിന്റെ പാതാവ് തെളിച്ച് മുന്നോട്ട് പോയ നമ്മുടെ പ്രിയങ്കരയായ പഞ്ചായത്ത് പ്രസിഡന്റ് കറുകുറ്റി ഡിവിഷനിൽ നിന്നും മത്സരിക്കുകയാണ്. അവരെ MLA ക്ഷണിക്കുന്നു. നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗികമായ ഒരു ഡിവിഷൻ മൂക്കുന്നൂർ ഡിവിഷൻ, അവിടെ നിന്നും മത്സരിക്കുന്ന നമ്മുടെ മൂക്കുന്നൂർക്കാരിയായ ഇതിനു മുമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി സേവനം ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട ഗ്രേസി റാഫേൽ അവരുടെ ക്ഷണിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ വാർഡ് അടിസ്ഥാനത്തിൽ പേരുകൾ വിളിക്കും. എത്രയും പെട്ടെന്ന് വേദിയിലേക്ക് കടന്നു വരണം. അതോ ക്ഷണിച്ച് കഴിയുമ്പോൾ MLAയും മറ്റ് MP ഒക്കെ ഉൾപ്പെടുന്ന നേതാക്കന്മാരെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുള്ളതാണ്. എല്ലാവരും സ്റ്റേജിലേക്ക് കടന്നു വന്ന് ക്ഷണിച്ച് കഴിയുമ്പോൾ സ്റ്റേജിൽ തന്നെ മാറി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒന്നാം വാർഡിൽ നമ്മുടെ ഒരു കാവൽ മാലാഖയുടെ ഒരു പരിവേഷത്തോടെ ഷൈജോ പറമ്പി നയിച്ച ആ വാർഡിനെ നയിക്കാൻ പ്രിയപ്പെട്ട ശ്രീമതി ആൻഷി ഷെമിൻ സ്ഥാനാർത്ഥിയെ ചോദിക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. രണ്ടാം വാർഡിൽ നമ്മുടെ പ്രിയങ്കരനായ ചുരുക്കുള്ള പൊക്കമറവാടിയിലും വലിയ മനസ്സിലുടമയായ ശ്രീ സുനിൽ പീറ്ററിനെ ക്ഷണിക്കുന്നു. ജോബിത വിൽസൺ മൂന്നാം വാർഡിൽ കഴിഞ്ഞ ടൈമിൽ ഒരു ചെറിയ ഭൂരിപക്ഷത്തിൽ നിന്ന് പരാജയപ്പെട്ട് ഇത്തവണ ജയിച്ചടങ്ങുന്നുള്ള വാശിയിലും ജയിപ്പിച്ചടങ്ങും എന്നുള്ള വാശിയിലും മൂന്നാം വാർഡുകാരൻ സജ്ജനായി കഴിഞ്ഞു ജോബിത വിൽസനെ ക്ഷണിക്കുന്നു. മരിയ ബാബു ഒരു ഇടതുപക്ഷ കോട്ടയിലെ കുടുംബത്തിലെ അംഗമെന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്നവർ ഈ കോൺഗ്രസിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വന്നുകൊണ്ട് മരിയ ബാബു 4ാം വാർഡ് നിലനിർത്താൻ കടന്നു വന്നിരിക്കുന്നു. അഞ്ചാം വാർഡ് കഴിഞ്ഞവണ നമ്മളിൽ നിന്ന് വോട്ട് ഛിന്ന ഭിന്നമായി പോയ ഒരു വാർഡാണ്. ആ വാർഡിലെ വോട്ടുകൾ ഏകോപിപ്പിക്കാൻ പാർട്ടി നിയോഗിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട ഷിൽഡ ജോർജിനെ ക്ഷണിക്കുന്നു. മെറ്റിപ്പിച്ചു നമ്മുടെ കരുത്തുറ്റ ഒരു നേതൃത്വം, ഒരു വനിതാ നേതൃത്വം നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഒരു പുതിയ നേതൃത്വം മെറ്റിപ്പിച്ചുവിനെ ക്ഷണിക്കുന്നു. ആന്റണി പാലാട്ടി, നമുക്കറിയാം മാർക്സിസ്റ്റ് കോട്ടയിൽ ശക്തമായ ഒരു വിള്ളലുണ്ടാക്കാൻ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ കറുകുറ്റിയുടെ അമരക്കാരൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും പോലീസിന്റെയും കിരാതമർദ്ദത്തിനടിമയായ ശ്രീ ആന്റണി പാലാട്ടിയെ ക്ഷണിക്കുന്നു. 8ാം വാർഡിൽ പ്രിയപ്പെട്ട അമ്പിളിയനും ഞാൻ പ്രതിദാനം ചെയ്യുന്ന വാർഡ്, പോളി പ്രതിദാനം ചെയ്യുന്ന വാർഡ്, കോൺഗ്രസിന്റെ കരുത്തുറ്റ നേതാക്കന്മാരുള്ള വാർഡ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ തിരിച്ചുപിടിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിയോഗിച്ച ശ്രീ അമ്പിളിയനുവിനെ ക്ഷണിക്കുന്നു. CB കാടപ്പറമ്പൻ 9ാം വാർഡിൽ ഒരു ആദർശ രാഷ്ട്രീയത്തിന്റെ രക്തസാക്ഷിയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊള്ളരായ്മയിൽ മനം നിന്ന് നമ്മോടൊപ്പം ചേർന്ന ശ്രീ CB കാടപ്പറമ്പനെ ക്ഷണിക്കുന്നു. ശ്രീ NV പോളി കഴിഞ്ഞ വർഷം ശ്രീ KP അയ്യപ്പൻ പ്രദാനം ചെയ്ത് വികസനത്തിന്റെ തീർച്ചയായും ആ വാർഡിൽ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി റാണിപ്പൂരുടെ ഭർത്താവ് കോൺഗ്രസിന്റെ നേതാവ് ശ്രീ NV പോളിയെ ക്ഷണിക്കുന്നു. 11ാം വാർഡിൽ നമ്മുടെ കരുത്തുറ്റ വാർഡ് പ്രസിഡന്റ് ബൂത്ത് പ്രസിഡന്റ് ശ്രീ ഷൈലിന്റെ ഭാര്യ ശ്രീ പ്രിൻസി ഷൈലിനെ ഈ ജിജോ പോൾ പ്രദാനം ചെയ്ത ആ വാർഡിൽ സ്ഥാനാർത്ഥിയെ നിയോഗിച്ചിരിക്കുന്നവരെ ക്ഷണിക്കുന്നു. 12ാം വാർഡിൽ കറുകുറ്റി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് പ്രദാനം ചെയ്ത വാർഡ് ലതിക ശശികുമാർ തെളിച്ച ആ പാതയിലൂടെ മുന്നോട്ട് പോകാൻ കോൺഗ്രസിന്റെ നേതാവ് ശ്രീ ജോസ് ചക്കേത്ത് അവരെ ക്ഷണിക്കുന്നു. 13ാം വാർഡിൽ ശ്രീ തെക്കേക്കരയുടെ പിന്തുടർച്ചക്കാരനായി പാർട്ടി നിയോഗിച്ചത് തെക്കേക്കരയുടെ പിന്തുടർക്കാരൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്തുറ്റ കറുകുറ്റിയിൽ ഒരു ശബ്ദമായി നിന്ന ശ്രീ ഷൈജോ ജോർജിനെ ക്ഷണിക്കുന്നു. ബാബു സാനി അനേക വർഷങ്ങളായി പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ശ്രീ ബാബു സാനിയെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ക്ഷണിക്കുകയാണ്. 15ാം വാർഡിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ PI സഹദേവൻ 15ാം വാർഡിൽ സംവരണ വാർഡിൽ മത്സരിക്കുന്ന കോൺഗ്രസിന്റെ വലിയൊരു നേതാവ് ഇവിടെയായിരുന്നില്ല, നെടുമ്പാശ്ശേരിയിലായിരുന്നു അദ്ദേഹത്തിന്റെ താമസം. അദ്ദേഹം ഇവിടെ വന്ന് ഞാനൂരിന്റെ ഭാഗത്ത് താമസമായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. 16ാം വാർഡിൽ ആശാ ബിജോ ശ്രീമതി കുഞ്ഞമാതയ്ക്ക് പ്രതിദാനം ചെയ്ത ആ വാർഡ് നമ്മുടെ കയ്യിൽ ഭദ്രമായിരിക്കാൻ പാർട്ടി അവസാനം കണ്ടെത്തിയ സ്ഥാനാർത്ഥി
ശ്രീമതി ആശാ വിജയെ ക്ഷണിക്കുന്നു. 17-ാം വാർഡിൽ ശ്രീ റോയ് വർഗീസ് ഗോപുരത്തിന്റെ പ്രതിദാനം ചെയ്ത ജേസൺ പ്രതിദാനം ചെയ്ത വാർഡ് ശ്രീമതി ഷിജി സജീവനെ നിർത്തി നിലനിർത്താൻ പാർട്ടി അവരെ നിയോഗിച്ചിരിക്കുന്നു, ക്ഷണിക്കുന്നു. 18-ാം വാർഡിൽ പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ബാബു മണിയുടെ പ്രിയവ്യക്തി ശ്രീ മാജി ബാബുവിനെ നിയോഗിച്ചിരിക്കുന്നവരെ ക്ഷണിക്കുന്നു. 19-ാം വാർഡിൽ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറും നമ്മുടെ കരുത്തുറ്റ കോൺഗ്രസ് നേതാവുമായ ശ്രീ ജോജി കെല്ലുകാരനെ പാർട്ടി നിയോഗിച്ച് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. 19 സ്ഥാനാർത്ഥികളും 2 ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും 3 ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളും ചേർന്ന് നേതാക്കന്മാരോടൊപ്പം ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നു. അതിനുശേഷം മീറ്റിംഗ് തുടരുകയാണ്. അധികം വൈകാതെ